ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ അസർബൈജാനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് പാർട്ടായിട്ട് ഞാൻ ഇടാം. മൊത്തം എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, എൻജോയ്. 6 months. Okay, goodbye. Thank you. Thank you. 5 months. 5 months. Yes. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ്. രാത്രിയിൽ നമ്മൾ വേറെ എങ്ങും പോയില്ല. നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്ഥലത്തും അവിടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് തന്നെയാണ് ട്രൈ ചെയ്തത്, കൊള്ളാമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എല്ലാത്തിനും കൂടി ഒരു ബ്രെഡ് വെക്കും, അത് മെയിൻ സംഭവമാണ്. ഈ ഭാഷ അറിയാമെങ്കിൽ ഞാൻ ആരായിപ്പോന്. അസർബൈജാനി ടീ, പിന്നെ ബ്രെഡ്, പിന്നെ ഇത് എന്തോ ഒരു സാധനം. ഞാൻ ഫുഡ് പരിചയപ്പെടാം. ഇത് ബിരിയാണി പോലത്തെ ടേസ്റ്റ്. ആക്ച്വലി ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിന് അത് മുട്ട ഇടുന്ന ടേസ്റ്റ്. പിന്നെ ഇത് കുറച്ച് വെജിറ്റബിൾസും, പിന്നെ ഇത് എന്തോ ഒരു ഇല, പിന്നെ ബീഫിനെ എന്തോ ചെയ്തിട്ട്, പിന്നെ ടീ. പിന്നെ വിശപ്പ് കാരണം എനിക്ക് അതേ വീഡിയോ എടുക്കാം. ഞാൻ വല്ല കുത്തിക്കട്ടെ. മോർണിംഗ് ഫ്രം ബാക്കു. ഇവിടെ അടുക്കത്തെ തണുപ്പാ. ഇപ്പൊ തണുപ്പ് കുറച്ച് കുറവുണ്ട് അല്ലേ ലാലേട്ടാ? പോവാണ്. അവിടെ ഒരു യുവതി പല്ലൊക്കെ നടക്കുകയാണ്. ജിലും ജിലു ജിലും ചിലുമനത്തോണി. ഇപ്പൊ 16 തണുപ്പുണ്ടോ? രാത്രിത്തൊക്കെ ഇല്ല, രാത്രി എന്തായിരുന്നു എൻ്റെ പൊന്നോ. സത്യത്തിൽ ദിസ് പ്ലേസ് ഈസ് സോ ഗുഡ്. പിന്നെ മോർ ദാൻ മൈ എക്സ്പെക്റ്റേഷൻ, അതിക്കും മേലെയാണ് ഈ പ്ലേസ്. അന്ന് എൻ്റെ എക്സ്പെക്റ്റേഷൻ ഇത്രയും വരെ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഐ ഫീൽ ദ യൂറോപ്യൻ വൈബ്. നല്ല എസ്തറ്റിക് ബിൽഡിങ്സ്. പിന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര നീളവും. ഞാൻ കുറച്ച് നോട്ടിഫൈ ചെയ്ത സാധനം, നല്ല ഹൈറ്റാണ് ഇവിടുത്തെ എല്ലാവർക്കും. ലാംഗ്വേജാണ് പ്രശ്നം. ഇവിടെ ഉള്ളവർക്ക് മിക്കവരും ഇവൻ നമ്മൾ ലുക്കിൽ കണ്ടാൽ നമ്മൾ വിചാരിക്കും അവർക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാമെന്ന്. പക്ഷെ അങ്ങനെ ഒരു സാധനം അറിയില്ല. ഇവൻ ഞങ്ങളുടെ ഡ്രൈവറിന് പോലും ഇംഗ്ലീഷ് മേലെ അറിയില്ല. ഇവരുടെ ലാംഗ്വേജ് നമുക്കും അറിയില്ല, അസർബൈജാനി. ബട്ട് അതെല്ലാം ഡീൽ ചെയ്യുന്ന ഒരാളുണ്ട്. ഐ വിൽ ഷോ ഹിസ് ഫോട്ടോ. നോ ഫേസ്. ഇംഗ്ലീഷ് അറിയാം, പക്ഷെ അവരുടെ ലാംഗ്വേജിലായി ഇംഗ്ലീഷ് പറഞ്ഞ് നോ എസ് എന്നൊക്കെ പറഞ്ഞ് അത് നമുക്ക് അവർക്ക് കൺവേ ചെയ്യുന്ന രീതിയിൽ പറയുന്നവർ. എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണ് ഈ സാധനം ഡീൽ ചെയ്തതെന്ന്. എനിക്ക് ഒട്ടും അറിയില്ല. എങ്ങനെയാവട്ടെ അത് ഡീൽ ചെയ്യുന്നത്. കോമൺ സെൻസ് ആയാലും അവരുടെ ഭാഷ എന്തൊരു ഭാഷയാണിത് എൻ്റെ പൊന്നോ. നമുക്ക് എന്താണ് പറയുന്നത്, നമുക്ക് എന്താണ് കിട്ടേണ്ടതെന്ന് ആംഗ്യ ഭാഷയിലൂടെ പുള്ളിക്ക് അറിയിക്കുക, നമ്മളെ കാര്യം നടത്തിയെടുക്കുക. അത്രേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് അവിടെ എന്താ പറയുക, ഗ്രാമാറ്റിക് ഇംഗ്ലീഷ് കൊണ്ടുവന്ന് അയാളെ പഠിപ്പിക്കാൻ നിർത്തിയിട്ട് 4 ദിവസം കൊണ്ടൊന്നും നടക്കൂല. എനിക്ക് മനസ്സിലായി. ഉള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക, സംഭവം റെഡിയാക്കി എടുക്കുക, പോവുക. അതെ, ആ ഇംഗ്ലീഷ് ഈവൻ ഷോപ്പിൽ പോയപ്പോലും നമ്മൾ പറഞ്ഞ ഇംഗ്ലീഷ് അവർക്ക് മനസ്സിലാവില്ല. ലാസ്റ്റ് ഹലോ സലാം അത് മാത്രം മനസ്സിലായി. ബാക്കിയൊക്കെ നിങ്ങളിങ്ങനെ പിന്നെ അവർ പാരഗ്രാഫ് പോലെയാണ്, സെൻറ്റൻസ് അല്ല പാരഗ്രാഫ് പോലെയാണ് ഒരു കാര്യം പറഞ്ഞ് നിർത്തുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ആകാശത്തോട്ട് നോക്കും, എന്താണ് അവർ പറയുന്നത്, ഇവരെന്ത് തേങ്ങയാണ് ഈ പറയുന്നത്. പക്ഷെ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഫേസ് വെച്ച് കാണിക്കും. പക്ഷെ അത് അവർക്കൊരു പ്രശ്നമല്ല, അവരത് മൈൻഡ് ചെയ്യില്ല. പിന്നെ ഇന്നലെ ചോദിച്ചെന്താ എന്തുവാ നിങ്ങൾ ഹിന്ദുസ്ഥാനിയാണോ, അത് മാത്രമാണ് എനിക്ക് മനസ്സിലായത്. അപ്പം എനിക്ക് ഓൾഡ് ഇന്ത്യയെ പറ്റി എന്തോ അറിയാം, ഹിന്ദുസ്ഥാനി. അപ്പം നമ്മൾ ഇന്ത്യ. പക്ഷെ ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തു, പല സ്ഥലത്തുള്ള ബംഗ്ലാദേശുകാരൊക്കെ ഉണ്ടായി ഞങ്ങളുടെ ഫ്ലൈറ്റിൽ. അപ്പോൾ അവർ ചോദിച്ചു എങ്ങോട്ടാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആരാ പറഞ്ഞു കേരളം നല്ല രസമാണെന്ന്? അത് ബംഗ്ലാദേശുകാരല്ലേ പറഞ്ഞു?
അവർ പറഞ്ഞു കേരള this place എന്നൊക്കെ. എന്തിനാ നിങ്ങൾ സ്ഥലം ചൂസ് ചെയ്തത്, അവരെന്തിനാണ് ചൂസ് ചെയ്തത് അതുപോലെ നമ്മൾ ചെയ്തു. നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മളെപ്പോഴും ഉണ്ടല്ലോ. അവരുടെ നാട് ബംഗ്ലാദേശ്, പിന്നെ സ്കോട്ട്ലൻഡിലുള്ള പിള്ളേരെയും പോയി പരിചയപ്പെട്ടു. ആ പിള്ളേർ കണ്ണുകൊണ്ട് എന്തോ കാണിച്ചു, ഞാൻ പിരികം വെച്ച് അവരെ പേടിപ്പിച്ചു. പിന്നെ അവർ അച്ഛൻ അവരെ നോക്കി കണ്ണുരുട്ടി, അപ്പോൾ അവർ തിരിഞ്ഞിരുന്നു. പക്ഷെ ഞാൻ പോകുന്നവരെ ലാസ്റ്റ് ഞങ്ങൾ കമ്പനിയായി. ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഫോട്ടോ ഓൾറെഡി എടുത്തടി. ലെറ്റ്സ് സ്റ്റാർട്ട് ഈറ്റിംഗ്. എഗ്ഗിലൊരു പ്രധാന കളിയാണ്. നമുക്ക് സ്വീറ്റ്സിലേക്ക് കടക്കാം. സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ ഉള്ളില് ആൽമണ്ട, ഇത് തേങ്ങയുടെ ടേസ്റ്റ്. അതിന് ഭയങ്കരമായിട്ടില്ല. കേക്ക് പിന്നെ ഇതൊരു ടൈപ്പ് ഓഫ് കേക്ക്, പിന്നെ ഫ്രൂട്ടാ. ഇവിടുത്തെ ലിഫ്റ്റ് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മള് നോർമലി ലിഫ്റ്റിൽ കയറിയിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ലിഫ്റ്റ് ഈ സൈഡിൽ നമുക്ക് തുറന്നു വരും. ഇവിടെ ചാരിയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മുടെ സ്ഥലത്തുമ്പോഴേക്കും നമ്മൾ തലയും കുത്തി വീഴുന്നതായിരിക്കും അല്ലേ? അവിടെ എങ്ങനെയുണ്ട് ഈ സ്ഥലം? കാണിച്ചതാ. ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന വഴി. ഈ റൂമിൻ്റെ അടുത്ത് കുറെ കുരുത്തം കെട്ട പിള്ളേരുണ്ട്. ഞാൻ പിടിച്ചുടച്ചേനാ, പിന്നെ വേണ്ടെന്ന് വെച്ച്. നല്ല വെയിലുണ്ട്, കാറ്റ് നല്ല തണുപ്പുണ്ട്. Diesel, yeah, because petrol. How much diesel? How much diesel? 95 Indian rupee. Azerbaijan diesel 90 kapi. 90. Yes, 90 kapi. Kapi is less than manat. വണ്ടിട്ടാ Manat. നമ്മുടെ ആയിരുന്നെങ്കിൽ എടപ്പള്ളി പോയൊരു ബ്ലോക്കിൽ കിടക്കും, പറവൂര് പോയൊരു ബ്ലോക്കിൽ കിടക്കും. വാവ്. And petrol? അവൻ കുതിച്ചു വാങ്ങി. Petrol. വീഡിയോ എടുക്കുന്ന കണ്ടു ഗായ്സ്. 1 manat. Okay. 60 kapi. Okay. എന്തുട്ടാ പറഞ്ഞ? ഇവിടെ 1 രൂപയുള്ളൂ പെട്രോളിന് ലിറ്റർ. 1 രൂപ. Kapi. 10 kapi. Okay. 100 kapi is 1 manat. Yes. Is it? Yes. Okay, kapi. Okay, I got the name, kapi. Oh, yesterday I got 50 kapi. First time. 50? Yes. 50. Yes. Okay, 50. 50 manat mobile phone. Yes. And what for the seat belt? Mobile എല്ലാ ഭാഷയും Seat മനസ്സിലായി. belt? 40 manat. 220 എങ്ങോട്ടോ എന്തോ ഒരു സ്റ്റേഷൻ. Belt. ഇതും If no വലിയ belt, മല. 40 അത് manat. മാത്രം എനിക്ക് മനസ്സിലായി. 40 manat. 40. നേരത്തെ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട് ഞാൻ.
Mine is കുഞ്ഞിലേ ഉള്ള ഫോട്ടോയോ? photo. ഇവിടെ ഫോൺ Little quadricycle. Okay. Cable car station. Okay. നിങ്ങളൊരു മല കാണുന്നുണ്ടോ? എന്നാൽ ഞാനത് കാണുന്നുണ്ട്. Boat. The whole lake a boat. Okay. Catamaran. Okay. Ski no snow. ചോദിക്കട്ടെ. ഇത് ഏത് ഭാഷ പറഞ്ഞ് മനസ്സിലാക്കുന്നു? ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ എത്ര വയസ്സ് വേണം? എന്റെ ഓന Investigation. Okay. 18. 18. Yes. Country is same. Okay. ഞാൻ വരെ കുളത്തിലും വെച്ച് ആടട്ടെ. If police don't fine. Yes. Cuba City Police. Okay. My friend. Okay. Okay. Cool. Discount. Discount 40. That is a nice. Yes, yes. ഞങ്ങൾ മലയാളികളാണ്, ഞങ്ങൾക്ക് എല്ലാത്തിനും ഡിസ്കൗണ്ട് ആണ്. പച്ചപ്പ് ഹരിതാവും ഊഷ്മളത ഡിസ്കൗണ്ട്. ഞങ്ങൾ 50 രൂപക്ക് അല്ല 100 രൂപക്ക് 100 ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓടും. ചൂടാണോ? ചൂട് വിത്ത് കാറ്റ, ചൂടറിയില്ല. Volcan ticket no. Après remote volcan. Okay. Dollars. Other mother country. Volcan little. പുള്ളിയോടെ നമ്മുടെ ശല്യം കാരണം പുള്ളിയുടെ വണ്ടി ചീത്തയാണെന്ന് വെച്ചിട്ട് ഈ പിള്ളേർ ഇച്ചിരി വിഷയമാണെന്ന്. എന്റെ മോനൊക്കെ എല്ലാം കഷ്ടമാണ്. Taxi driver volcan. No ticket. ഞാൻ ചേച്ചി രാവിലെ മാത്രമേ Kasasajil, Darakada, Istidil. അവരുടെ ഭാഷയില്ലാത്ത No. The sun is here. ആദ്യം ഇത് മ്യൂസിയം അല്ലേ? ഞങ്ങൾക്കറിയാത്ത ഭാഷ നോക്കി അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇംഗ്ലീഷ് വീട്ടിൽ പഠിപ്പിച്ചത് കൊണ്ട് ഇംഗ്ലീഷ് മനസ്സിലാവും. എൻട്രൻസ് ടിക്കറ്റ് എൻ്റെ ഉള്ളിലെ പെണ്ണുങ്ങളൊക്കെ കാണുന്ന രസമാണ്. പക്ഷെ അകത്തിട്ട് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചീത്ത പറയും. അതുകൊണ്ട് ഞാൻ അവരുടെ വീഡിയോ എടുക്കുന്നില്ല. ഇവിടെ വെയിലുണ്ട്, അതേപോലെ നല്ല തണുത്ത കാറ്റുണ്ട്. അതുകൊണ്ട് വെയിലിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ ചേട്ടൻ. നെറ്റില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, എന്ത് ചെയ്യാനാണ് ഞങ്ങൾ ഇന്ത്യക്കാരായിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോവാ മ്യൂസിയം. ഗബുസ്ഥാൻ മേലെന്തോ എഴുതിയൊക്കെ എനിക്ക് മനസ്സിലായിട്ടില്ല. മറ്റേതെനിക്ക് മനസ്സിലായി. ഇതെന്തിട്ടാണ് ഇത്? ഈ അമ്പാത്തെ ഇത് കത്തിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ വൈക്കോൽ പോലത്തെ തുറു കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കത്തിക്കാൻ തോന്നും. ഇതൊക്കെ എന്ത് കല്ലാന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ കാണിച്ച് അവർ പിടിച്ച് അലക്കണ്ട. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്തില്ല. പിന്നെ ഏട്ടാ ഇതെന്ത് കിട്ടാ? ആദിമ മനുഷ്യൻ. മ്യൂസിയം. ഇത് അരളിച്ചെടി. നല്ല വെയിൽ, നല്ല സൂപ്പർ തണുത്ത കാറ്റുണ്ട്. ആടുജീവിതം ഓർമ്മ വരുന്ന കല്ല് കാണുമ്പോൾ. ഹിന്ദി അല്ലേ? അതന്നെ, ഇന്ത്യൻ അമ്മൈസ്. അതെ, ഈ സൈഡിലൊന്നും ഇവർ ഇംഗ്ലീഷ് കൊടുക്കാത്ത, അവർക്ക് മാത്രം വായിച്ചാൽ മതിയോ? ആ ഉണ്ടല്ലേ. അപ്പോൾ ആക്റ്റീവ് സപ്പോർട്ട്
30,000 years. Petrol. നീ എല്ലാവരും വായിക്കണ്ടല്ലോ. അല്ല ഞാനത് കൊല്ലം പോകണം. ആരോ തള്ളി ഒടിച്ചതാന്ന് തോന്നുന്നു. പുള്ളി ഭയങ്കര മെനയായിരുന്നു തോന്നുന്നു. തല്ലി ഒടി എന്നാണ് എൻ്റെ ഒരു ഗദ്ഗതമായ നിയമം. ഇതൊക്കെ അവിടുത്തെ കല്ലുകളാണ്. ഇതൊക്കെ ഞങ്ങൾ SS ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ടുണ്ട്. അതാണ് തോന്നുന്നു. ഇത് എന്തിട്ടാണെന്തോ ആവോ. ഇത് ഒരു ടെക്സ്റ്റ് ബുക്കിലെ പോലെ ബ്രോൺസ് ഏജ്. പിന്നെ ബ്രോൺസ് ഏജിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? മെസപ്പൊട്ടാമിയ. ഇത് എന്തിട്ടാണെന്തോ ഇതിൻ്റെ അകത്ത് ഉള്ളിലുള്ള ഭാഷ എഴുതി വെച്ചേക്കുന്നത്. ബ്രോൺസ് ഏജിനെ ഡിസ്കവർ ചെയ്തിട്ടുള്ള ഗോപുസ്ഥാനെ ഡിസ്കവർ ചെയ്തിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ്. അത് മമ്മട്ടിയാണ്. എന്താണെന്ന് എഴുതിയിട്ടൊന്നുമില്ല. ഒരു സാധനം അത് മതി. വേറെ എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് വേറെ സാധനം നോക്കാം. ഇത് ഓരോ സംഭവത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് പിരമിഡ്. ഇത് നമ്മൾ ഡെസ്ക്ടോപ്പിലൊക്കെ കാണൂലേ, വാൾപേപ്പറായിട്ട് ആ സംഭവം. ദെൻ അയണേജ്. ഷീസെറ്റ് പോളാട്ടോ, എനിക്കിഷ്ടമായി. സിംഹം. ഇത് ഓരോ ഏജാണ്. SS ടെക്സ്റ്റ് ബുക്ക് എനിക്ക് ഓർമ്മ വരുന്നത്. അയൺ ഏജ്, കറണ്ട് എറ, ഇപ്പോഴത്തെ എറ. ഇത് പണ്ട് കാലത്ത് ഗോപുസ്ഥാനിൽ ഗ്രെയിൻസ് അതേപോലെ തന്നെ ഒക്കെ അരയ്ക്കാം. നമ്മുടെ അരകല്ല് അത്രയേ ഉള്ളൂ. അത് വേറെ കുറച്ച് സ്റ്റൈലായിട്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ അരകല്ല് ഗോപുസ്ഥാനിൽ യൂസ് ചെയ്തു. നമ്മുടേത് കുറച്ച് പോളിഷ്ഡ് വേർഷൻ. ഇത് പണ്ടത്തെ ഉണ്ട്. പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. എനിക്ക് അതായിട്ട് പറയുന്നില്ല. പിന്നെ ഇത് കുറച്ച് നമ്മൾ പ്ലാന്റ്സിൻ്റെ നമ്മൾ പച്ചമരുന്നൊക്കെ ചെയ്യൂലേ, അതേപോലെ അത് അരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിൻ്റെ പാർട്സ് ലൈക്ക് സീഡ്സ്, റൂട്ട്സ്, അങ്ങനെ ഡ്രൈ ലീഫൊക്കെ പണ്ട് ഗോപുസ്ഥാൻ ആൾക്കാർ അരയ്ക്കാൻ യൂസ് ചെയ്തിരുന്ന കല്ല്. ഇത് നമ്മുടെ വീട്ടിൽ ചമ്മന്തി അരയ്ക്കുന്ന കല്ല്. ഇത് ഇവിടുത്തെ പച്ച ഇല ഇതാക്കുന്ന കല്ല്. പണ്ടൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ. പിന്നല്ലേ ഇപ്പോഴത്തെ ടെക്നോളജീസ്, ഗ്രൈൻഡേഴ്സ്, മിക്സി അതൊക്കെ വന്നത്. അസർബൈജാനിൽ കൂടുതലും തുർക്കിഷ് ട്രൈബ് ഡോമിനേറ്റ് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു അസർബൈജാനിൽ. സോ അതുകൊണ്ട് ഇതിൻ്റെ അത് പറയുന്നത് തുർക്കി ലാംഗ്വേജാണ് കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞത്. കാരണം അവരുടെ അധീനത ആയതുകൊണ്ട് അവരുടെ ലാംഗ്വേജിന് ഇൻഫ്ലുവൻസ് എന്തായാലും കാണുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ അധീനത ഉണ്ടായിരുന്നു. അവരുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ കുറേ കാര്യങ്ങളും കുറേ സാധനങ്ങളും ഉണ്ടല്ലോ. അതാണ് ഇതിൻ്റെ അത് പറയുന്നത്. അത്രേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ കറണ്ട് എറ. നമ്മൾ എറ സ്റ്റാർട്ട് ചെയ്യുന്നത് ബിഗിനിങ് എറ. ഒരു ചേട്ടൻ ഫ്രണ്ടിൽ കയറി ഇരിക്കുന്നത്, അതുകൊണ്ട് കാണാൻ പോയാ. എനിക്കതൊക്കെ വിശദീകരിക്കണമെന്നുണ്ട്. ലാസ്റ്റ് പോർഷൻ ഞാൻ വിശദീകരിച്ചു തരാം. കാരണം ഇങ്ങനെ ആൾക്കാർ ഇടയ്ക്കിങ്ങനെ എനിക്കിഷ്ടമല്ല. ആധുനിക മനുഷ്യൻ മൃഗങ്ങളെ കൊന്നത്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച സംഭവം, വേറെ ഒന്നുമില്ല ഇവിടെ. പിന്നെ ഡീറ്റെയിൽസ്, യൂസ് ചെയ്ത സാധനങ്ങൾ, പീരീഡ് കാണാം. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്തൊക്കെ ഉണ്ടായി. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ടുള്ള സാധനം, മനുഷ്യൻ മൃഗങ്ങൾ തീ കത്തിച്ച് തുടങ്ങി. നോ, ഒരു ടെറർ അമ്മാവൻ ഇത് ദയർ. ലുക്ക് അറ്റ് ഹിം. എൻ്റെ അമ്മ. ഇത് കുറേ കല്ലാണല്ലോ. ഇതൊക്കെ എന്താണെന്താ പല കളറിലുള്ള കല്ലുകൾ. ഇവർ നമുക്ക് പറഞ്ഞു തരുന്നു കല്ലുമേൽ എങ്ങനെയാണ് വരച്ചതെന്ന്, എങ്ങനെയാണ് വന്നതെന്നൊക്കെ. കല്ല് വെച്ച് വരയ്ക്കും, അല്ലാതെ എന്ത്. അതെയാ. നമ്മളോടാ കളി. നമുക്ക് അവിടെ എന്തോരം കേവ്സ് ഉള്ളു. ഇതെന്തിട്ടാണിത്? നമുക്ക് വരയ്ക്കാവോ? സ്റ്റോണേജ് ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഭയങ്കര ഭീഷണിയായിരുന്നു. അതുകൊണ്ട് ആൾക്കാർ ഇതിനെ തല്ലിക്കുന്നു, ഇതിൻ്റെ തോലെടുത്ത് ഡ്രസ്സ് ഉണ്ടാക്കുമായിരിക്കും എന്നാണ് എൻ്റെ അത് പറയുന്നത്. അതിൻ്റെ റിമൈൻഡ്സ് ഒന്നുമില്ല. പിന്നെ റാബിറ്റ് അങ്ങനത്തെ ഒരു സാധനം പന്നിയൊക്കെ പിന്നെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഹേ, ചൂടില്ല. അഞ്ചാറ് പൂക്കൾ. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗായ്സ്.
ഇന്ത്യ കണ്ടിട്ട് ഞങ്ങൾക്ക് ഇവിടെ കണ്ടിട്ട് മലയും കുന്നൊക്കെ ഇതൊക്കെ എന്ത് ലോട്ട് ഓഫ് സിവിലൈസേഷൻസ് കണ്ട് നമ്മളോട് അവരുടെ കളി. നല്ല സുഖമുണ്ട് ഇവിടെ. പിന്നെ ചുമ്മാ കയറാന്ന് പറഞ്ഞ് കയറിയതാണ്. മ്യൂസിയം ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇല്ലാത്തൊരു സ്ഥലമാണ്. ജസ്റ്റ് അതുവഴി പോയപ്പോൾ ജസ്റ്റ് കയറിയെന്നുള്ളൂ. നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നിട്ട് നമുക്കിങ്ങനെ മ്യൂസിയം, ഓരോ ഏജസ്, കേവ്, അങ്ങനെ റിമൈനിങ്സ് ഒന്നും കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പ്ലേസിലോട്ട് പോയി. പിന്നെ ഞങ്ങൾ പോയത് റോക്ക് മൗണ്ടൻ ആണ്. കാണാൻ രസമുണ്ട്. നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് വെച്ചേക്കുന്ന പോലത്തെ മൗണ്ടൻ ആണ്. അതൊരു ഇൻട്രസ്റ്റിംഗ് സാധനമാണ്. ഈ കാറ്റും ഈ വെയിലൊക്കെ വിചാരിച്ച് തണുപ്പില്ല എന്ന് വിചാരിക്കരുത്. നല്ല തണുപ്പുണ്ട്, അതേപോലെ വെയിലും ഉണ്ട്. പക്ഷെ നമുക്ക് വെയിൽ അത്ര സ്പീഡാവില്ല. കല്ലിലിട്ട് കൊട്ടുന്ന അവിടെ തൃശ്ശൂർ പൂരത്തിന് ഇനിയും ഒരു 10 ദിവസം 15 ദിവസം കാണുന്നുണ്ടല്ലേ. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള എന്താ പറയുന്ന അതിന് ഇനിഷ്യേറ്റീവ് ഫസ്റ്റ് സ്റ്റേജായിട്ട് ഞങ്ങൾ അസർബൈജാന് വന്നിട്ട് ചെണ്ടയിട്ട് പൂരപ്രേമി. താങ്കളുടെ പേരെന്താണ്? അസറി കുട്ടന്മാരാർ. ഏയ് അതേ അടിക്കണ്ട, അത് പൊട്ടിപ്പോയി തന്നെ എന്നെ പിടിച്ച് കെട്ടും. ലേലുലു ലാസ്റ്റ് ഞാൻ പറയൂട്ടാ. ഈ റോക്കൊക്കെ കിട്ടിയില്ല, ഏതാണ്ട് മുറിച്ച് വെച്ചേക്കുന്ന പോലെ. ഹായ്, പിന്നെ ഒരു അടിപൊളി ചെടി ഞാൻ കാണിച്ചിട്ടാ. അതേ മതി, ഞാൻ വേറെ വഴിക്ക് പോരാളാട്ടാ. ഹായ്, നോക്കിയേ നല്ല ഭംഗിയില്ലേ. പിന്നെ അതിൻ്റെ അടിയിൽ എന്തോ എഴുതിയിട്ടുണ്ട്, അതറിയാമെങ്കിൽ ഞാൻ വലിയ പുള്ളിയായനെ. പുസ്തകം എനിക്ക് വായിക്കാൻ പറ്റും പറയുന്നത്. അവിടെ നിന്ന് കഴിഞ്ഞാൽ അവളെ കിട്ടുമോ എന്നല്ലേ ചോദിച്ചത് കവി. ആ ശരിയടി. മഞ്ഞിന്റെ ടൈം ആകുമ്പോ എങ്ങനെയാണെന്ന് അറിഞ്ഞത്. ഭയങ്കര തണുപ്പായിരിക്കും. രാത്രിയിൽ ഇങ്ങനെ തന്നെ തണുപ്പാണെങ്കിലും മഞ്ഞ് വീഴുന്ന ടൈം ആകുമ്പോഴേക്കും എന്തുമായിരിക്കും. നല്ല തണുത്ത കാറ്റ്. ഒരു സിനിമയ്ക്ക് തരം നിവി പോലെയല്ലേ, നല്ല തണുത്ത കാറ്റുണ്ടല്ലേ. വടക്ക് സന്ധ്യയില്ലേ, നല്ല തണുത്ത കാറ്റുണ്ടല്ലേ. ഇത് മറ്റേ നോക്കിയിട്ട് സ്കോട്ട്ലൻഡ് അങ്ങനെ ഒരു ഉറ്റ് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു പൂച്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇത് അവഗണിച്ച് ആ പൂച്ചനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. നീ പോയി പണി നോക്കിട്ടീ എന്നാ. മഞ്ഞപ്പൂ ചെമ്പരത്തിയ മാച്ച്, പക്ഷെ ഞാൻ മഞ്ഞപ്പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നല്ല തണുത്ത കാറ്റാ എൻ്റെ പൊന്നോ. പക്ഷെ ഒടുക്കത്തെ ചൂടുണ്ട് കേട്ടോ, വെയിലുണ്ട് ഇപ്പോൾ. പക്ഷെ രാത്രി നാങ്ങടിച്ചാൽ താങ്ക മാട്ടേ, ഭയങ്കര ചൂടാ. പക്ഷേ ഭയങ്കര തണുപ്പാ. വിശക്കുന്നല്ല, രാവിലെ കഴിച്ചതാണ്, പിന്നെയും വിശക്കുന്നു. എനിക്ക് വിശപ്പിൻ്റെ അസ്കൃതി ഉണ്ടെന്ന് തോന്നുന്നു. വീട്ടിൽ ഇരിക്കുമ്പോഴും ഉണ്ട്, പക്ഷെ ഇത് കുറച്ച് കൂടുതലാണ്. കൊള്ളല്ലേ ഈ സ്ഥലം? ചെമ്പരത്തി ഇട്ടാത്തോണ്ട് ഞാൻ ഈ മഞ്ഞപ്പൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഹായ് മോനെ, കിട്ടി മോ. ആക്ച്വലി ഞാൻ ഈ ഫ്രോക്കിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയാണ് ഈ കമ്മലിട്ടത്. പക്ഷെ ജാക്കറ്റിൻ്റെ കൂടെ അത് മാച്ചിങ് അല്ല. പക്ഷെ തണുപ്പ് കാരണം ഞാൻ എടുത്തിട്ടേണ്ട വന്ന അവസ്ഥ. അതുകൊണ്ട് ഒരു മാച്ച് എടുത്തിട്ടുണ്ട്. അതിലും മത്തിക്കറി പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഞങ്ങളിപ്പോൾ 2 സ്ഥലവും ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലേ ഇല്ലാത്ത സ്ഥലങ്ങളാണ്. പക്ഷെ ഇനി പോകാൻ പോകുന്നത് ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലമാണ്. ഞങ്ങൾ പോകാനെങ്കിൽ ഒരു ഡെസ്റ്റിനേഷനുമാണ്. ബട്ട് ദാറ്റ് വാസ് സോ ഗുഡ്. അത് പാകിസ്ഥാനിലുള്ള മഡ് വോൾക്കാനോ ആണ്. മോനാണോ കൊച്ചാണോ? Your baby's name Eno. Eno. Oh. ആ എടുക്കാൻ പറ്റും. ഈ ചേട്ടന്റെ മോനാന്നല്ലേ പറഞ്ഞു. Oh. സൺ മകനാണെന്ന്. ഓ ഇത് ഏത് രീതിയിൽ പറഞ്ഞു? Oh, 5. 5 മക്കളുണ്ട്. 5ാമനാണ് കുഞ്ചു.
മറ്റേ കുഞ്ചുവാണ് മോനെ കൊള്ളാം. മറ്റേ പൃഥ്വിരാജ ഇതിന്റെ മൂക്ക് കൊള്ളാലോ. കൊള്ളാം. കുടുംബം എന്നാ പിന്നെ ടാറ്റാ. നമ്മുടെ കാർ നമ്മൾ വേറെ സ്ഥലത്തിട്ടിട്ട് ഈ വിൻറ്റേജ് കാറിലാണ് നമുക്ക് ആ മഡ് ബോട്ട് ക്യാനലിൽ ചെല്ലാൻ പറ്റുള്ളൂ. നമ്മൾ ഡ്രൈവറായിട്ടാണ് റൈഡിലിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത് നമ്മളെ കൊണ്ടുപോകുന്ന ചേട്ടനാട്ടോ. ഇവർക്ക് രണ്ടുപേർക്ക് ഇംഗ്ലീഷ് വലിയ പിടിയൊന്നും ഇല്ല. പിന്നെ നമ്മളിന്ന് ഓരോ രീതികളൊക്കെ വെച്ച് ആക്ഷൻ കാണിച്ചിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ടാണ് പുള്ളി ഇത് മനസ്സിലാക്കി എടുക്കുന്നത്. അവർ തമ്മിൽ ഭയങ്കര കത്തി നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ പൊട്ട ആട്ടം കാണുന്ന പോലെ ഇരിക്കേണ്ടത് കുറേ നേരം. എല്ലായിടത്തും ഈ വണ്ടി ഇങ്ങനത്തെ വണ്ടികളുണ്ട്. ഈ ചേട്ടൻ ഈ നാട്ടിലെ റൈഡർ കാണാൻ ഗോൾഡൻ സ്പാരോ നെഞ്ചില് ആരോ ഉണ്ടാ അവിടുന്ന് അടിച്ച് തിരിച്ചു വരും. പിന്നെ അടിക്കും ഇവിടെ തിരിച്ചു വരും. കൂള് നീനെ പിടിച്ച തലയടിച്ച് പൊട്ടിക്കും. പറഞ്ഞ വേറെ തന്നെ ദേഷ്യം പിടിക്കട്ടെ. ടൂർ വന്ന് സുഖിലെ എടുക്കുന്ന വീഡിയോ. അയ്യേ സത്യം. മെസ്സപ്പൊട്ടോമിയൻ നാഗരികതയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഡ്രൈവർ. പഴയ അതെ പിരമിഡ് കണ്ടില്ല എന്ന് പറയുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ് അതിന്റെ ദൈവ. ഫേസ് തേക്കാന്നല്ലേ ക്ലേ? കൊണ്ടുപോയിട്ട് ഫേസ് തേക്കാം. ഞാൻ അസർബൈജാനി ഭാഷ മനസ്സിലാക്കി. എന്നോട് ഭാഷ പറഞ്ഞേ ഞാൻ തകർന്നുമില്ലേ ആണെന്ന്. ഫേസ് തേക്കും. ഇതാണ് ലൈവ് ആൽക്കാനോ. ലൈവ് ആൽക്കാനോ ക്ലേ നമ്മുടെ ഫേസിലൊക്കെ യൂസ് ചെയ്യും. ഈ മലയുടെ എവിടെ നമ്മൾ ഇതാക്കിയാലും ഈ ക്ലേ വരുമെന്നാണ് ഈ ചേട്ടൻ പറയുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ മനസ്സിലായത്. ലൈവാണ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ സ്ഥലം വരെ എത്താൻ ഞങ്ങൾ എന്ത് പാട് കിട്ടുന്ന സ്ഥലമാണ്. പക്ഷെ നമ്മളോട് ജീപ്പാണ് ഇവിടെ ലാൻഡ് കാട്ടി വരുന്നത്. പക്ഷെ അസർബൈജാൻ നിൽക്കുന്നത് സീ സൈഡ് തന്നെയാണ്. ഇതൊരു ഹാഫ് യൂറോപ്യനും ഹാഫ് ഏഷ്യനുമാണ്. നോർമലി നമുക്ക് ഏഷ്യൻ ഫുള്ളി യൂറോപ്യൻ. മൂത്തിനുണ്ട് കേട്ടോ. യൂസ് ചെയ്യും. മൂത്തിനുണ്ടാ ഞങ്ങളുടെ പെൻസ്. മരുഭൂമി പോലത്തെ ഒരു സ്ഥലം. പക്ഷേ മണാലി പോലത്തെ തണുപ്പ് മണാലിക്ക്
ചേട്ടൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, പാവം. ചേട്ടൻ ഇംഗ്ലീഷ് പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയാം, പക്ഷെ പുള്ളി ഇംഗ്ലീഷ് ഡീൽ ചെയ്യാൻ ആ ഇംഗ്ലീഷിലേക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. അത് രാവിലെ മാത്രം ഡീൽ ചെയ്യാൻ പറ്റുന്ന ഇംഗ്ലീഷ്. എന്തുപോലെ മനസ്സിലായ? ചിരിക്കല്ല, ചിരിച്ച കഷ്ടം തോന്നും. ഓയിലുണ്ടല്ലോ, കത്തോലോ, ഓയിലിന്റെ പ്രസൻസ് കാസ്പിയൻ സീ മണ്ണ് കിടന്ന് പ്ലുംപ്ലും ഓയിൽ തിളയ്ക്കുന്നത്, മണ്ണിൽ നിൽക്കുന്നത്. അതാണ് ഇവിടെ ഈ തീ വരുന്നത്. തീ വരുന്നത് ഇപ്പോൾ ഈ ഓയിൽ തിളയ്ക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒരു തീ ഇട്ടതാ അവര്. അല്ലാണ്ട് ഇവിടെ കിടന്ന് കത്തണല്ല, അത് കെടുന്നില്ല. മനസ്സിലായ? നമ്മളുടെ ഈ മണ്ണ് കിടന്ന് തിളയ്ക്കുന്നല്ലേ, അത് ഓയിൽ. നമ്മൾ മഡ് വോൾക്കാനോ കണ്ടിട്ട് തിരിച്ചു വരാൻ നേരം ആ റൂട്ടിൽ വെച്ച് നമ്മൾ ഓൾറെഡി കണ്ടു കുറേ ചെമ്മരിയാടും മറ്റേ കുറേ ടൈപ്പ് ഓഫ് ആടുകൾ. അപ്പോൾ നമ്മൾ ഓർത്തു ഈ ഡ്രൈവർ ചേട്ടൻ്റെ മോൻ്റെ ആണ് അതെല്ലാം. അപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു ഫോട്ടോ എടുക്കുമോ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ആ ഇറങ്ങിക്കോ. പോയി നിങ്ങളൊക്കെ വലിയ തൊല്ലയാണല്ലോ എന്നൊക്കെ. ഞങ്ങൾ മഡ് വോൾക്കാനെ പോയിട്ട് വന്നിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. വിശപ്പിൻ്റെ വിളി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു, നല്ലതായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അത്രയും വിശപ്പില്ല, പക്ഷെ ഇങ്ങനെ ഗാന്ധിജിനെ കണ്ടു. എനിക്ക് ആ ക്രീം ടെക്സ്ചറാ, ഭയങ്കര ക്രീം ടെക്സ്ചറാ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാൻ നോക്കി. Lovers, you can see something, and this place is so good as we walk. വീട്ടിലെ സാധനങ്ങളൊക്കെയാ. No problem. റെസ്റ്റോറൻറ്റ് സ്പെല്ലിങ് RESTORAN റെസ്റ്റോറൻറ്റ് സ്പെല്ലിങ് കഴിഞ്ഞ്. What did you say? Sorry? You told me something. How much? ഞങ്ങൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് 27.5. And I gave me 1